ഓർഡിനൻസിലൂടെ ജല്ലിക്കെട്ട് നടത്താനുള്ള തമിഴ്നാട് സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് തിരിച്ചടി നൽകി തമിഴ് ജനതയുടെ പ്രതിഷേധം. ഓർഡിനൻസ് അല്ല, നിയമനിർമ്മാണം തന്നെ വേണമെന്ന് തമിഴകം ഒന്നടങ്കം ആവശ്യപ്പെട്ടു. എന്നാൽ ചിലയിടങ്ങളിൽ ജല്ലിക്കെട്ട് നടന്നു. ഓർഡിനൻസിനെതിരെ മൃഗസ്നേഹികളും സംഘടനകളും നൽകിയ ഹർജിക്കെതിരെ തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി നൽകി. സുപ്രീം കോടതിയുടെ നിരോധന ഉത്തരവ് മറികടന്ന് തമിഴകത്തെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ഓർഡിനൻസിലൂടെ ജല്ലിക്കെട്ട് നടത്താനുള്ള തമിഴ്നാട് സർക്കാരിന്റെ നീക്കത്തിനാണ് ഇപ്പോൾ വലിയ തിരിച്ചടിയുണ്ടായിരിക്കുന്നത്. ജല്ലിക്കെട്ടിന് ഓർഡിനൻസ് അല്ല, നിയമനിർമ്മാണം വഴി സ്ഥിരം സംവിധാനം വേണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ഇതേ തുടർന്ന് മുഖ്യമന്ത്രി പനീർശെൽവം ഉദ്ഘാടനം ചെയ്യാനിരുന്ന മധുര അലങ്കാനെല്ലൂരിലെ ജല്ലിക്കെട്ട് ഉൾപ്പെടെ അനിശ്ചിതത്വത്തിലായി. മധുര, ഡിണ്ടിഗൽ, സേലം തുടങ്ങിയ വിവിധയിടങ്ങളിലാണ് പ്രദേശവാസികൾ വൻ പ്രതിഷേധം തീർത്തത്. റോഡ്, റെയിൽ ഗതാഗതങ്ങൾ പൂർണ്ണമായും സ്തംഭിപ്പിച്ചു. മധുര വഴിയുള്ള ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും നിലച്ചു. 1960 വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണമെന്നാണ് സമരക്കാരുടെ ആവശ്യം. തമിഴ്നാട് ചീഫ് സെക്രട്ടറി സമരക്കാരുമായി ചർച്ച നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ഉന്നത ഉദ്യോഗസ്ഥരുമായി മുഖ്യമന്ത്രി പനീർശെൽവം നടത്തിയ ചർച്ചയും വിഫലമായി. ഓർഡിനൻസിനെതിരെ മൃഗസ്നേഹികളും സംഘടനകളും നൽകിയ ഹർജിക്കെതിരെ തമിഴ്നാട് സർക്കാർ തടസ്സ ഹർജിയും സമർപ്പിച്ചു. തങ്ങളുടെ വാദം കേൾക്കാതെ വിധി പറയരുതെന്നാണ് സർക്കാരിന്റെ ആവശ്യം. അതിനിടെ തിരുച്ചിറപ്പള്ളി ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ ജല്ലിക്കെട്ട് നടന്നതായും റിപ്പോർട്ടുകളുണ്ട്. 2014 ക്രൂര വിനോദമാണെന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി ജല്ലിക്കെട്ട് നിരോധിച്ചത്. തുടർന്ന് ഇതിനെതിരെ 2016 തമിഴ്നാട് സർക്കാർ നൽകിയ ഹർജിയും സുപ്രീം കോടതി തള്ളി. ഈ സാഹചര്യത്തിൽ തമിഴകം ഒന്നാകെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ പ്രത്യേക ഓർഡിനൻസ് വഴി ജല്ലിക്കെട്ട് നടത്താൻ AIADMK സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്. യുപിയിൽ കോൺഗ്രസും അഖിലേഷ് യാദവും തമ്മിൽ ധാരണയിലായി. കോൺഗ്രസിന് 105 സീറ്റുകൾ നൽകി. അതേസമയം സമാജ്വാദി പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം ആദ്യമായി അഖിലേഷ് യാദവ് പൊതുപരിപാടിയിൽ പങ്കെടുത്തു. വിവരങ്ങളുമായി മനു ശങ്കർ ചേരുകയാണ്. മനു, സോണിയാഗാന്ധിയുടെ ഇടപെടലിനെ തുടർന്ന് പ്രശ്നങ്ങൾ പരിഹരിച്ചു, സഖ്യത്തിന് സാധ്യതയായി എന്ന് വേണോ കരുതാൻ? കോൺഗ്രസ് ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിൽ നിന്ന് കരുതുന്നത് ഇന്നലെ തന്നെ കോൺഗ്രസ് ഒരു സമ്മർദ്ദ തന്ത്രവും മറ്റും പയറ്റിയിരുന്നു. ആവശ്യപ്പെട്ട 125 സീറ്റുകൾ നൽകിയില്ലെങ്കിൽ തങ്ങൾ സഖ്യത്തിനില്ല എന്നൊരു വ്യക്തമായ സന്ദേശമാണ് ഇന്നലെ ഗുലാം നബി ആസാദ് മാധ്യമങ്ങൾ മുമ്പാകെ നൽകിയതെങ്കിലും സഖ്യത്തിനെങ്കിൽ 99 സീറ്റ് എന്ന നിലപാടിൽ അഖിലേഷ് ഉറച്ചു നിന്നു. ഇതോടുകൂടിയാണ് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി സഖ്യ ചർച്ചകൾക്കായി ഈ 125 സീറ്റ് എന്ന കടുംപിടുത്തത്തിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള ഒരു നിർദ്ദേശം പാർട്ടിക്ക് നൽകിയത്. ഇതിനെ തുടർന്നാണ് 105 സീറ്റുകൾ എന്ന നിലയിലേക്ക് ഇപ്പോൾ സഖ്യത്തിൽ ധാരണയായിരിക്കുന്നത്. അന്തിമ ധാരണ പ്രകാരം 105 സീറ്റുകൾ കോൺഗ്രസിന്, 298 സീറ്റുകളിൽ സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥികൾ മത്സരിക്കും എന്നാണ് ഇപ്പോൾ അന്തിമ ധാരണയിൽ എത്തിയിരിക്കുന്നത്. അതേസമയം ഇതിനിടയിൽ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയും അഖിലേഷ് യാദവ് പുറത്തിറക്കി. എന്നാൽ ഈ ചടങ്ങിൽ നിന്ന് മുലായം സിംഗ് യാദവും അതോടൊപ്പം ശിവപാൽ യാദവും രാംഗോപാൽ യാദവും വിട്ടുനിന്നത് ശ്രദ്ധേയമായി. ഭാര്യ ഡിംപിൾ യാദവിന്റെ സാന്നിധ്യത്തിലായിരുന്നു അഖിലേഷ് യാദവ് നിരവധി വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളിച്ച തെരഞ്ഞെടുപ്പ് പത്രിക ഉത്തർപ്രദേശിൽ പുറത്തിറക്കിയത്. ആന്ധ്രയിൽ വിജയനഗരത്തിൽ ട്രെയിൻ പാളം തെറ്റി 32 പേർ മരിച്ചു. 100ഓളം പേർക്ക് പരിക്കേറ്റു. നിരവധി പേർ കുടുങ്ങിക്കിടക്കുകയാണ്. ജഗ്ദൽപൂർ ഭുവനേശ്വർ ഹിരാഖാൻ എക്സ്പ്രസാണ് പാളം തെറ്റിയത്. ആന്ധ്രയിലെ വിജയനഗരം ജില്ലയിൽ കൊന്നേരി സ്റ്റേഷന് സമീപം രാത്രി 11 മണിക്കാണ് ജഗ്ദൽപൂർ ഭുവനേശ്വർ എക്സ്പ്രസ് പാളം തെറ്റിയത്. ട്രെയിനിന്റെ എഞ്ചിനും 7 കോച്ചുകളും പാളം തെറ്റി. 2 ജനറൽ കോച്ചുകൾ, 2 സ്ലീപ്പർ കോച്ചുകൾ, ഒരു AC 3 ടയർ കോച്ച്, ഒരു AC 2 ടയർ കോച്ച്, ലഗേജ് വാൻ എന്നിവയാണ് പാളം തെറ്റിയതെന്ന് ഈസ്റ്റ് കോസ്റ്റ് ചീഫ് PRO JP മിശ്ര അറിയിച്ചു. തലകീഴായി മറിഞ്ഞ കോച്ചുകളിൽ നിന്ന് വെട്ടിപ്പൊളിച്ചാണ് മൃതദേഹങ്ങൾ പുറത്തെടുത്തത്. അപകടത്തിൽപ്പെട്ട പലരുടെയും നില അതീവ ഗുരുതരമായി തുടരുകയാണ്. പരിക്കേറ്റവരെ പ്രഭാതിപുരത്തെയും രായ്ഗഡയിലെയും ആശുപത്രികളിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. നിലവിൽ വിജയനഗരം, രായ്ഗഡ ജില്ലാ ഭരണകൂടങ്ങളുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. ഒഡീഷയിലെ രായ്ഗഡയിൽ നിന്ന് 24 കിലോമീറ്റർ അകലെയാണ് അപകടം നടന്നിരിക്കുന്നത്. അപകടത്തെ തുടർന്ന് രായ്ഗഡ വിജയപുരം റൂട്ട് വഴിയുള്ള 8 ട്രെയിനുകൾ വഴിതിരിച്ചുവിടുകയും നിരവധി ട്രെയിനുകൾ റദ്ദാക്കുകയും ചെയ്തു. ട്രെയിൻ പാളം തെറ്റാൻ കാരണമെന്തെന്ന് വ്യക്തമല്ല. ന്യൂസ് ഡെസ്ക്. പയ്യോളി CPIM ഏരിയ കമ്മിറ്റി ഓഫീസിന് തീയിട്ടു. ഓഫീസിലുണ്ടായിരുന്ന ഫർണിച്ചറുകളും ഫയലുകളും കത്തിനശിച്ചു. ഓഫീസിന്റെ പുറകുവശത്തെ ജനൽ തുറന്നാണ് തീയിട്ടത്. നഗരത്തിലെ ഓട്ടോ ഡ്രൈവർ കണ്ടതിനാൽ വൻ അപകടം ഒഴിവായി. വടകരയിൽ നിന്ന് ഫയർഫോഴ്സും നാട്ടുകാരുമാണ് തീയണച്ചത്. ഇതിനു പിന്നിൽ RSS പ്രവർത്തകരാണെന്ന് ഏരിയ സെക്രട്ടറി K. ചന്തു മാസ്റ്റർ പറഞ്ഞു. നാളെ പയ്യോളി മുനിസിപ്പാലിറ്റി, തിക്കോടി, മുടാടി, തുറയൂർ എന്നീ പഞ്ചായത്തുകളിലും CPIM ഹർത്താൽ ആഹ്വാനം ചെയ്തു.
KSRTCയിൽ വിജിലൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടറാകാൻ വഴിവിട്ട നീക്കങ്ങൾ. KSRTCയുടെ ചീഫ് ലോ ഓഫീസറായ ഷിബുകുമാറാണ് അനധികൃത നീക്കങ്ങൾ നടത്തുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഭരണസ്വാധീനം ഉപയോഗിച്ചാണ് ഷിബുകുമാർ ചീഫ് ലോ ഓഫീസർ ആയതെന്നാണ് ആക്ഷേപം. നിലവിൽ KSRTCയുടെ വിജിലൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇൻചാർജാണ് ഷിബുകുമാർ ഡി. മുൻ KSRTC CMD ആന്റണി ചാക്കോ സ്ഥാനമൊഴിയുന്നതിന് മുൻപാണ് ഈ അധിക ചുമതല നൽകിയത്. താൽക്കാലിക നിയമനത്തിന്റെ മറവിൽ നിയമനം സ്ഥിരപ്പെടുത്താനാണ് ഷിബുകുമാറിന്റെ നീക്കം. ചുമതല നഷ്ടപ്പെടാതിരിക്കാൻ ഹൈക്കോടതിയിൽ നിന്നും സ്റ്റേ വരെ ഇദ്ദേഹം നേടി. അധിക ചുമതലയ്ക്ക് പുറമെ KSRTCയുടെ ചീഫ് ലോ ഓഫീസറാണ് ഇദ്ദേഹം. അതുപോലും നേടിയത് കഴിഞ്ഞ സർക്കാരിന്റെ ഭരണസ്വാധീനം ഉപയോഗിച്ച്. സെക്രട്ടേറിയറ്റിൽ നിന്നും ഡെപ്യൂട്ടേഷനിൽ നിയമിക്കേണ്ടതാണ് ചീഫ് ലോ ഓഫീസറെ. ആ നിയമം കാറ്റിൽ പറത്തിയായിരുന്നു ഷിബുകുമാറിന്റെ നിയമനം. കൂടാതെ CLO പോസ്റ്റിലേക്ക് നോട്ടിഫിക്കേഷൻ വിളിക്കുമ്പോൾ യോഗ്യത LLB ആയിരുന്നു. പരീക്ഷ കഴിഞ്ഞ് ഇന്റർവ്യൂ ആയപ്പോഴാകട്ടെ LLMന് 20 അധിക മാർക്ക്. LLM ഉണ്ടെന്ന് കാട്ടിയാണ് ഷിബുകുമാർ നിയമിതനായത്. എന്നാൽ അതിന്റെ സർട്ടിഫിക്കറ്റ് പോലും ഇതുവരെയും ഷിബുകുമാർ ഹാജരാക്കിയിട്ടില്ല. കണ്ടക്ടറായി നിയമനം നേടി സ്ഥിര ജീവനക്കാരനാകുന്നതിന് മുൻപായിരുന്നു മാനദണ്ഡങ്ങൾ ലംഘിച്ചുള്ള ഈ നിയമനം. ജീവനക്കാർക്ക് പോലും അമർഷവും അതൃപ്തിയുമാണ് ഷിബുകുമാറിന്റെ നടപടിയിലുള്ളത്. ഷീജ, തിരുവനന്തപുരം. സ്വാശ്രയ കോളേജുകളിലെ വിദ്യാർത്ഥികളെ പോലെ അധ്യാപകരും നേരിടുന്നത് പീഡനം. തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്യേണ്ടി വരുന്ന അധ്യാപകർ കടുത്ത ചൂഷണത്തിനാണ് വിധേയരാകുന്നത്. പ്രതികരിച്ചാൽ കള്ളക്കേസിൽപ്പെടുത്തലും പിരിച്ചുവിടലും അടക്കമുള്ള പ്രതികാര നടപടികളും നേരിടേണ്ടി വരുന്നതായും അധ്യാപകർ പറയുന്നു. വിവിധ സ്വാശ്രയ കോളേജുകളിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങളും പീഡനങ്ങളും സംബന്ധിച്ച നിരവധി വാർത്തകൾ നാം കണ്ടുകഴിഞ്ഞു. ഇതിന് സമാനം തന്നെയാണ് തങ്ങളുടെയും അവസ്ഥയെന്ന് സ്വാശ്രയ കോളേജുകളിലെ അധ്യാപകരും പറയുന്നു. സെൽഫ് ഫിനാൻസിംഗ് കോളേജ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റാഫ് അസോസിയേഷൻ അംഗങ്ങളായ അധ്യാപകരാണ് പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. വിവിധ കോളേജുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ് ഇവർ. 2017 6000 രൂപ ശമ്പളം മേടിക്കുന്ന അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾക്ക് കീഴിലുണ്ട്. ഈ 6000-7000 രൂപയാണ് ശമ്പളം കിട്ടുന്നതെങ്കിലും അവർക്ക് രജിസ്റ്ററിൽ ഒപ്പിട്ട് കൊടുക്കേണ്ടത് 10,000-12,000 രൂപയ്ക്ക് മുകളിലാണ് ഞാൻ കൈപ്പറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കേണ്ടത്. അധിക സമയ ജോലിക്ക് പുറമെ പല അധ്യാപകർക്കും പ്യൂണിന്റെയും സ്വീപ്പർമാരുടെയും ജോലി ചെയ്യേണ്ടി വരുന്നു. പ്രതികരിച്ചാൽ ശമ്പളം തടയലും പിരിച്ചുവിടലും ഗുണ്ടകളെ വിട്ട് തല്ലിക്കലും വരെ. ആ കംപ്ലൈന്റ് കൊടുത്തതിന്റെ ഭാഗമായിട്ട് ഒരു 10 പേര് കൂടിയിട്ട് ഒരു മാനേജ്മെന്റ് റൂമിൽ കൊണ്ടുപോയി ഇടിമുറി എന്ന് പറയാൻ നമുക്കിവിടെ ടീച്ചർമാർക്ക് കൊണ്ട് ഇടിമുറി അവിടെ കൊണ്ടുപോയിട്ട് 12:30 തൊട്ട് ഒരു 3:30 വരെ അവരവിടെ നിർത്തി ടോർച്ചർ ചെയ്തത്. അവിടെ നമ്മുടെ തലയിറ്റ് വീഴായത്. അധ്യാപികമാർക്ക് ശമ്പളത്തോടെയുള്ള പ്രസവാവധി നിഷേധിക്കുന്നെന്നു മാത്രമല്ല പലരെയും തിരിച്ചെടുക്കാറുമില്ല. 3 മാസമാണ് നമ്മൾ ലീവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 3 മാസം കുറച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വരെ തന്നുകൊണ്ടിരിക്കുന്നത്. PF, ESI തുടങ്ങിയ ആനുകൂല്യങ്ങൾ സ്വാശ്രയ മാനേജ്മെന്റുകൾ നിഷേധിക്കുന്നതായും അധ്യാപകർ പറഞ്ഞു. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി സർക്കാരിനെ സമീപിക്കാനിരിക്കുകയാണ് ഇവർ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കണ്ണൂരിൽ ഇന്ന് കൊടിയിറങ്ങും. അവസാന ദിവസം 4 മത്സരങ്ങളാണ് പുരോഗമിക്കുന്നത്. സ്വർണ്ണക്കപ്പിനായി പാലക്കാടും കോഴിക്കോടും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. വിവരങ്ങളുമായി ലതീഷ് ചേരുകയാണ്. ലതീഷ്, നിലവിൽ കോഴിക്കോട് ജില്ലയാണ് 1ാം സ്ഥാനത്ത് തുടരുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ പുറത്തു വരാനിരിക്കുന്ന മത്സരങ്ങളുടെ ഫലങ്ങൾ ഏത് രീതിയിലായിരിക്കും അവസാന സ്വർണ്ണക്കപ്പിനെ നിർണ്ണയിക്കുക? ഗിരീഷ്മ, അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുകയാണ് 57ാമത് സ്കൂൾ കലോത്സവം. ഇനി 2 മത്സരങ്ങൾ കൂടി മാത്രമാണ് അവശേഷിക്കുന്നത്. ഇപ്പോൾ പ്രധാന വേദിയായ നിളയിൽ പുരോഗമിക്കുന്നത് ഹൈസ്കൂൾ വിഭാഗത്തിലെ നാടൻപാട്ട് മത്സരമാണ്. 3 ജില്ലകൾ കൂടി മാത്രമാണ് ഇനി വേദിയിലെത്താനുള്ളത്. വഞ്ചിപ്പാട്ട് മത്സരം, ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ വഞ്ചിപ്പാട്ട് മത്സരം വേദി 4-ൽ പുരോഗമിക്കുന്നു. ഇത് ഒരു 4 മണിയോടുകൂടി മാത്രമായിരിക്കും പൂർത്തിയാവുക. കാരണം ആകെ 30 ടീമുകൾ, അപ്പീലുകൾ ഉൾപ്പെടെ 30 ടീമുകൾ മത്സരിക്കുന്നുണ്ട്. എന്തായാലും സ്വർണ്ണക്കപ്പിനായുള്ള പോരാട്ടം ഫോട്ടോ ഫിനിഷിലേക്ക് കടക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. കോഴിക്കോട് ജില്ലയാണ് നിലവിൽ 1ാം സ്ഥാനത്തുള്ളത്. 925 പോയിന്റുമായാണ് കോഴിക്കോട് ജില്ല, നിലവിലെ ചാമ്പ്യന്മാർ കൂടിയായ കോഴിക്കോട് ജില്ല 1ാം സ്ഥാനത്ത് തുടരുന്നത്. തൊട്ടു പിന്നിലായി 922 പോയിന്റോടെ പാലക്കാട് ജില്ല 2ാം സ്ഥാനത്തുണ്ട്. ആതിഥേയരായ കണ്ണൂർ ജില്ലയ്ക്ക് 921 പോയിന്റും തൃശ്ശൂർ ജില്ലയ്ക്ക് 911 പോയിന്റുമാണുള്ളത്. ഹയർ അപ്പീലുകൾ ഇനിയും പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. ഹയർ അപ്പീലുകൾ പരിഗണിക്കുമ്പോൾ പോയിന്റ് നിലയിൽ നേരിയ മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കോഴിക്കോടും കണ്ണൂരും അതേപോലെ തന്നെ പാലക്കാടും ഇന്ന് നടന്ന മത്സരങ്ങൾ ഉൾപ്പെടെ ഹയർ അപ്പീലുകൾ നൽകിയിട്ടുണ്ട്. ഇത് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഫലമായിരിക്കും ആത്യന്തികമായി കലോത്സവ കിരീടം ആര് നേടും എന്നുള്ളതിലേക്ക് പോവുക. അതുകൊണ്ട് തന്നെ ഹയർ അപ്പീലുകൾ വളരെ നിർണായകമാണ്. ഇന്ന് പാലക്കാട് ജില്ലയായിരുന്നു ഉച്ചവരെ മുൻപന്തിയിൽ നിന്നതെങ്കിൽ
ഓടക്കുഴൽ ഹൈസ്കൂൾ വിഭാഗത്തിൻ്റെ ഓടക്കുഴൽ മത്സരത്തിൻ്റെ ഹയർ അപ്പീൽ പരിഗണിച്ചപ്പോൾ കോഴിക്കോടിനുണ്ടായിരുന്ന ബി ഗ്രേഡ് എ ഗ്രേഡായി മാറിയതോടെയാണ് കോഴിക്കോട് ജില്ല വീണ്ടും മുന്നിലെത്തുന്ന സാഹചര്യമുണ്ടായത്. തുടർന്ന് നാടൻ ചെണ്ടമേളവും അതേപോലെ തന്നെ ദേശഭക്തി ഗാനത്തിൻ്റെയും റിസൾട്ട് കൂടി വന്നപ്പോൾ കോഴിക്കോട് ജില്ല ആധിപത്യം തുടരുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. സംസ്കൃതോത്സവത്തിൽ കണ്ണൂർ, മലപ്പുറം, എറണാകുളം, കാസർഗോഡ് ജില്ലകൾ 95 പോയിന്റുമായാണ് ഒന്നാം സ്ഥാനത്തെത്തിയത്. തൃശ്ശൂർ ജില്ല 91 പോയിന്റുമായി രണ്ടാം സ്ഥാനത്തെത്തി. അറബിക് കലോത്സവത്തിൽ തൃശ്ശൂർ, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകൾക്ക് 95 പോയിന്റാണ് ലഭിച്ചതെങ്കിൽ രണ്ടാം സ്ഥാനത്ത് 91 പോയിന്റോടെ പാലക്കാട്, മലപ്പുറം, കാസർഗോഡ് ജില്ലകൾ രണ്ടാം സ്ഥാനത്തുമെത്തി. ഹൈസ്കൂൾ വിഭാഗത്തിൽ തൃശ്ശൂരും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കോഴിക്കോടുമാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ സ്കൂൾ തലത്തിൽ സ്കൂളിൻ്റെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ ആലത്തൂർ ഗുരുകുലം BSS ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂളാണ് നിലവിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനത്തുള്ളത്. ഹൈസ്കൂൾ കിരീടം അവർ ഉറപ്പിച്ചു കഴിഞ്ഞു. തുടർച്ചയായ 6ാം തവണയാണ് ആലത്തൂർ BSS ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനത്തെത്തുന്നത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ മത്സരഫലങ്ങൾ ഇനിയും വരാനുണ്ട്. അതുകൂടെ വന്ന ശേഷം മാത്രമേ അതിൻ്റെ കാര്യം നമുക്ക് അന്തിമമായി പറയുവാൻ കഴിയുകയുള്ളൂ. എന്തായാലും നിലവിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലും ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. 4 മണിയാണ് പറഞ്ഞതെങ്കിലും 4:30 എന്തായാലും സമാപന സമ്മേളനം ആരംഭിക്കും. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. വിദ്യാഭ്യാസ മന്ത്രി C. രവീന്ദ്രനാഥ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മന്ത്രി കടന്നപ്പള്ളി രാമേന്ദ്രനും അതേപോലെ തന്നെ മജീഷ്യൻ മുതുകാട് മുഖ്യാതിഥിയായും പങ്കെടുക്കും. ഇത്തരത്തിലാണ് ഇന്നത്തെ പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത്. നാടൻപാട്ട് മത്സരം, ഒന്നാം വേദിയിലെ നാടൻപാട്ട് മത്സരം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. 3 മത്സരം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നാം വേദിയിലും മത്സരം സമാപിക്കും. തുടർന്ന് ഇവിടെ സമാപന സമ്മേളനമാണ് നടക്കുക. എന്നാൽ 4ാം വേദിയിൽ വഞ്ചിപ്പാട്ട് മത്സരം പുരോഗമിക്കുകയാണ്. ഈ 2 മത്സര ഫലങ്ങൾ മാത്രമാണ് ഇനി വരാനുള്ളത്. എങ്കിലും ഹയർ അപ്പീലുകളുടെ അന്തിമ തീരുമാനം വന്നതിന് ശേഷം മാത്രമേ ആര് കിരീടം 117.5 പവൻ്റെ സ്വർണ്ണ കിരീടം ആര് നേടുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുകയുള്ളൂ. ഗ്രീഷ്മ. AK ലതീഷാണ് കലോത്സവ വിശേഷങ്ങൾ നൽകിയത്. കുച്ചിപ്പുടി കോഴ വിവാദത്തിൽ 2 വിധികർത്താക്കൾക്കെതിരെ നടപടിയുണ്ടാകും. ഇവരെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തും. കുച്ചിപ്പുടി ഫലം ഉന്നത അപ്പീൽ കമ്മിറ്റി പരിശോധിച്ചു. ചായവും ചമയവുമില്ലാതെ എന്ത് കലോത്സവം? ഓരോ പ്രതിഭയ്ക്കും പൂർണ്ണത നൽകുന്നതും ഈ നിറച്ചാർത്തുകൾ തന്നെയാണ്. ഞങ്ങളുടെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്ത വർണ്ണക്കാഴ്ചകളും ഒപ്പം വിനീഷയുടെ ആശയങ്ങളും. സ്കൂൾ കലോത്സവം എന്നാൽ മുഖമെഴുത്തിന്റെ കൂടി ഉത്സവമാണ്. സാഹിത്യ മത്സരങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ വേദിയിലെത്തുന്ന മത്സരാർത്ഥികളിൽ എല്ലാവരും തന്നെ എളിയ രീതിയിലെങ്കിലും മുഖത്ത് ചായമിടാതെ എത്താറില്ല. ഓരോ വേദിക്കും അതാവശ്യപ്പെടുന്ന ചായക്കൂട്ടുകളുണ്ട്. ചെറിയ ടച്ചപ്പ് മുതൽ സംഘനൃത്ത മുഖമെഴുത്തിലെ ബിനാലെ പരുവം വരെ. ഇതിനിടയിൽ കഥകളിയിലെ പരമ്പരാഗത രീതിയെ മാറ്റി നിർത്താം. സംഘനൃത്തങ്ങളിൽ ഇപ്പോൾ മുഖംമൂടി പരുവത്തിലാണ് മേക്കപ്പ്. ഫ്ലൂറസന്റ് വർണ്ണങ്ങളും ഇവിടെ പരീക്ഷിക്കപ്പെടുന്നു. എങ്ങനെയായാലും അവതരണം ശ്രദ്ധിക്കപ്പെടണം. മത്സരം കഴിഞ്ഞാലും മുഖം കഴുകാതെ അങ്ങനെ കലോത്സവത്തിന്റെ മുറ്റത്ത് ചിരിക്കുന്ന പൂക്കളായി മത്സരഫലം വരെ പിന്നെയും നടക്കും. കാരണം സന്തോഷത്താലും സങ്കടത്താലും ഒഴുകുന്ന കണ്ണീർ ചാലുകൊണ്ട് മായ്ക്കാനുള്ളതാണത്. ഫലമറിയുമ്പോൾ ചിലർ ഒരുമിച്ച് തുള്ളിച്ചാടി മറിഞ്ഞ് ചായക്കൂട്ടുകൾ മായിച്ചെഴുതും. മറിയാനില്ലാത്തവർ ഒറ്റയ്ക്കും കൂട്ടമായും ഇരുന്ന് കരയും. 1 വർഷത്തെ കാത്തിരിപ്പിന് മുകളിലൂടെ കണ്ണുനീർ ചാലുകീറും. കണ്ണു തിരുമ്മിക്കരഞ്ഞ് മുഖം കളമെഴുത്താക്കി മാറ്റും മറ്റു ചിലർ. അവർക്കോർക്കാൻ പിന്നെ സംഘനൃത്തത്തിലെ അവസാന പോസിലെ ചിരി ഫോട്ടോ മാത്രം കൂട്ടാകും. കലോത്സവത്തിന്റെ നിറക്കാഴ്ചകളിലേക്ക് ക്യാമറ വെച്ച ജയൻ കല്യാശ്ശേരിക്കൊപ്പം വിനിഷ വൃന്ദാവൻ. അപ്പീൽ പ്രവാഹത്തിൽ മുങ്ങി കലോത്സവം. 6ാം ദിനം പൂർത്തിയായപ്പോൾ 1292 അപ്പീൽ വഴി 5000-ലധികം മത്സരാർത്ഥികൾ വേദിയിലെത്തി. സമയക്രമം പാലിക്കുന്നതിന് തടസ്സമായതും അപ്പീലുകൾ തന്നെയാണ്. 57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തെ അപ്പീൽ വിഴുങ്ങിയെന്ന് പറയാം. കഴിഞ്ഞ വർഷം 850 അപ്പീലുകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇതെല്ലാം മറികടന്ന് അപ്പീൽ പ്രവാഹമായിരുന്നു ഇത്തവണ. ജില്ലകളിൽ നിന്ന് നേരിട്ടെത്തിയത് 504. ബാക്കിയെല്ലാം ഹൈക്കോടതി, ലോകായുക്ത, ബാലാവകാശ കമ്മീഷൻ എന്നിവ വഴി. മത്സരാർത്ഥികളുടെ എണ്ണം 50% വർദ്ധിക്കുന്ന സാഹചര്യവും ഉണ്ടായി. അപ്പീലുകളുടെ കുത്തൊഴുക്ക് മത്സര സമയക്രമം തെറ്റിച്ചു. എന്നാൽ അപ്പീൽ വഴി വന്നവരിൽ വലിയൊരു ഭാഗം വിജയികളായാണ് മടങ്ങിയത്. ജില്ലാതല മത്സരങ്ങളിലെ വിധി നിർണയം ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ KV മോഹൻകുമാർ. ഇങ്ങനെ ഒരു അനിയന്ത്രിതമായിട്ട് അപ്പീലുകൾ, അത് താഴെ തട്ടിൽ നിന്നാണ് ഇത്ര അപ്പീലുകൾ വരുന്നത്. അപ്പം കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത് ജില്ലാതല മത്സരങ്ങളാണ്. അപ്പോൾ ജില്ലാതല മത്സരങ്ങളുടെ ഒരു
വിധി നിർണ്ണയം കൂടുതൽ മൂല്യവത്താക്കുന്നതിനുള്ള നടപടികൾ നമുക്ക് ആരംഭിക്കേണ്ടിയിരിക്കുന്നു. കലോത്സവ ചരിത്രത്തിലെ അപ്പീൽ റെക്കോർഡ് 2015 കോഴിക്കോടായിരുന്നു 1550. വിധി നിർണയത്തിലെ അപാകത എന്നതിനപ്പുറം ഗ്രേസ് മാർക്ക് കൂടി ലക്ഷ്യമിട്ടാണ് കലോത്സവ വേദികളിലേക്ക് അപ്പീലുകൾ ഇങ്ങനെ വരുന്നത്. അതുകൊണ്ട് തന്നെ കലോത്സവ മാനുവൽ പരിഷ്കരണത്തിലെ പ്രധാന ചർച്ചയും ഇതുതന്നെയാകും. കലോത്സവ നഗറിൽ നിന്നും AK ലതീഷ്. ലോ അക്കാദമിയിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ ആരോപണങ്ങൾ പാടെ നിഷേധിച്ച് പ്രിൻസിപ്പൽ ലക്ഷ്മി നായർ. സ്വതന്ത്ര അന്വേഷണം നേരിടാനും വിദ്യാർത്ഥികളുമായി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും തയ്യാറാണ്. എന്നാൽ താൻ രാജിവെക്കില്ലെന്നും ലക്ഷ്മി നായർ വ്യക്തമാക്കി. അതേസമയം വാർത്താ സമ്മേളനത്തിനിടെ ABVP പ്രവർത്തകർ കരിങ്കൊടിയുമായി എത്തി പ്രതിഷേധിച്ചു. വിദ്യാർത്ഥി സംഘടനകൾ നടത്തുന്ന സമരം 11 ദിവസം പിന്നിട്ടിരിക്കെയാണ് പ്രിൻസിപ്പാൾ ലക്ഷ്മി നായർ വിശദീകരണവുമായി വാർത്താസമ്മേളനം നടത്തിയത്. വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പാടെ നിഷേധിച്ച ലക്ഷ്മി നായർ ചിലർ വ്യക്തി താൽപര്യത്തിനായി വിദ്യാർത്ഥികളെ ചട്ടുകമാക്കുകയാണെന്ന് പറഞ്ഞു. ഇത് വ്യക്തി താല്പര്യങ്ങളുള്ള വ്യക്തിഹത്യയുടെ കാര്യമായിട്ട് പക്ഷേ പേഴ്സണലായിട്ടുള്ള വൈരാഗ്യങ്ങൾ തീർക്കാനൊക്കെ കുട്ടികളെ ചട്ടുകമാക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കാണുന്നത്. ജ്യോതികുമാർ ചാമക്കാല എന്ന് പറയുന്ന വ്യക്തി സിൻഡിക്കേറ്റ് മെമ്പർ പരസ്യമായിട്ടല്ലേ എന്നെ വെല്ലുവിളിച്ചുകൊണ്ട് നടക്കുന്നത്. എന്തെല്ലാം വൃത്തികേടുകൾ പറയുന്നു. ആരോപണങ്ങളിൽ ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണ്. എന്നാൽ പ്രിൻസിപ്പാൾ സ്ഥാനം രാജിവെച്ചുകൊണ്ടുള്ള ചർച്ചയ്ക്കില്ല. ഇനി എന്താണെന്ന് വെച്ചാൽ ഇനിയും ഞങ്ങൾ വി ആർ ഓപ്പൺ ടു ഡിസ്കഷൻസ്. അവർ പറയുന്ന പ്രിൻസിപ്പൽ രാജിവെക്കലൊന്നും ഒരിക്കലും നടക്കില്ല. അതൊക്കെ നിങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അത് മുട്ടാപ്പോക്കാണ്. അതല്ലാത്ത രീതിയിലുള്ള എന്ത് കാര്യങ്ങൾക്കും വി ആർ ഓപ്പൺ. വിദ്യാർത്ഥികൾ തന്നെ അറിയിക്കാതെ ഏകപക്ഷീയമായി സമരം തുടങ്ങിയതിനു പിന്നിൽ രാഷ്ട്രീയ അജണ്ടയാണ്. കോളേജിൽ ഇന്റേണൽ മാർക്കും അറ്റൻഡൻസും നൽകുന്നത് സുതാര്യമായാണെന്നും ഇക്കാര്യങ്ങൾ സർവകലാശാല പരിശോധിക്കട്ടെ എന്നും ലക്ഷ്മി നായർ വിശദീകരിച്ചു. സ്വകാര്യ ഹോട്ടലിൽ നടത്തിയ വാർത്താസമ്മേളനത്തിനിടെ ABVP പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. സമരം കാരണം അടച്ചിട്ട ലോ അക്കാദമിയിൽ ക്ലാസ് പുനരാരംഭിക്കാനായി പോലീസ് സഹായം തേടി ഹൈക്കോടതിയെ സമീപിച്ചതിനു പിന്നാലെയാണ് ലക്ഷ്മി നായർ വിശദീകരണവുമായി രംഗത്തെത്തിയത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സ്വാശ്രയ കോളേജുകളിലെ വിദ്യാർത്ഥികളെ പോലെ അധ്യാപകരും നേരിടുന്നത് പീഡനം. തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്യേണ്ടിവരുന്ന അധ്യാപകർ കടുത്ത ചൂഷണത്തിനാണ് വിധേയരാകുന്നത്. പ്രതികരിച്ചാൽ കള്ളക്കേസിൽപ്പെടുത്തലും പിരിച്ചുവിടലും അടക്കമുള്ള പ്രതികാര നടപടികളും നേരിടേണ്ടി വരുന്നതായും അധ്യാപകർ പറയുന്നു. വിവിധ സ്വാശ്രയ കോളേജുകളിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങളും പീഡനങ്ങളും സംബന്ധിച്ച നിരവധി വാർത്തകൾ നാം കണ്ടുകഴിഞ്ഞു. ഇതിന് സമാനം തന്നെയാണ് തങ്ങളുടെയും അവസ്ഥയെന്ന് സ്വാശ്രയ കോളേജുകളിലെ അധ്യാപകരും പറയുന്നു. സെൽഫ് ഫിനാൻസിംഗ് കോളേജ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റാഫ് അസോസിയേഷൻ അംഗങ്ങളായ അധ്യാപകരാണ് പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. വിവിധ കോളേജുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ് ഇവർ. 2017 6000 രൂപ ശമ്പളം മേടിക്കുന്ന അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾക്ക് കീഴിലുണ്ട്. ഈ 6000-7000 രൂപയാണ് ശമ്പളം കിട്ടുന്നതെങ്കിലും അവർക്ക് ഒപ്പിട്ട് രജിസ്റ്ററിൽ ഒപ്പിട്ട് കൊടുക്കേണ്ടത് 10,000-12,000 രൂപയ്ക്ക് മുകളിലാണ് ഞാൻ കൈപ്പറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കേണ്ടത്. അധിക സമയ ജോലിക്ക് പുറമെ പല അധ്യാപകർക്കും പ്യൂണിന്റെയും സ്വീപ്പർമാരുടെയും ജോലി ചെയ്യേണ്ടി വരുന്നു. പ്രതികരിച്ചാൽ ശമ്പളം തടയലും പിരിച്ചുവിടലും ഗുണ്ടകളെ വിട്ട് തല്ലിക്കലും വരെ. ആ കമ്പനി തന്നെ ഭാഗമായിട്ട് ഒരു 10 പേര് കൂടിയിട്ട് ഒരു മാനേജ്മെന്റ് റൂമിൽ കൊണ്ടുപോയി ഇടിമുറി എന്ന് തന്നെ പറയാൻ നമുക്ക് ഇവിടെ ടീച്ചർമാർക്ക് കൊണ്ട് ഇടിമുറി അവിടെ കൊണ്ടുപോയിട്ട് 12:30 തൊട്ട് ഒരു 3:30 വരെ അവരവിടെ നിർത്തി ടോർച്ചർ ചെയ്തത്. അവിടെ നമ്മുടെ തലയിറ്റ് വീഴായത്. അധ്യാപികമാർക്ക് ശമ്പളത്തോടെയുള്ള പ്രസവാവധി നിഷേധിക്കുന്നെന്നു മാത്രമല്ല പലരെയും തിരിച്ചെടുക്കാറുമില്ല. 3 മാസമാണ് നമ്മൾ ലീവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 3 മാസം കുറച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വരെ തന്നുകൊണ്ടിരിക്കുന്നത്. PF, ESI തുടങ്ങിയ ആനുകൂല്യങ്ങൾ സ്വാശ്രയ മാനേജ്മെന്റുകൾ നിഷേധിക്കുന്നതായും അധ്യാപകർ പറഞ്ഞു. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി സർക്കാരിനെ സമീപിക്കാനിരിക്കുകയാണ് ഇവർ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാരത്തിന് കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷൻ വൈശാഖൻ അർഹനായി. സാമൂഹ്യ സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിലെ സമഗ്ര സംഭാവനയ്ക്ക് മുണ്ടശ്ശേരി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയതാണ് പുരസ്കാരം. 50,000 രൂപയാണ് അവാർഡ്. ശാസ്ത്രബോധം പ്രചരിപ്പിക്കുന്ന യുവ എഴുത്തുകാരനുള്ള പുരസ്കാരം പ്രൊഫസർ C. രവിചന്ദ്രനും ലഭ്യമായി. 10,000 രൂപയാണ് അവാർഡ് തുക. ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്രൊഫസർ KN ഗംഗാധരനാണ് അവാർഡുകൾ പ്രഖ്യാപിച്ചത്. ജനുവരി 25-ന് തിരുവനന്തപുരത്ത് അവാർഡുകൾ വിതരണം ചെയ്യും.